ആലപ്പുഴ നൂറനാട്ട് 4-ാം ക്ലാസ്സുകാരിക്ക് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനമേറ്റ സംഭവം. ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരുന്നു. സുരക്ഷിതമായ കരങ്ങളിലേക്ക് ആ കുട്ടിയെ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇന്നുണ്ടായ വാർത്ത വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടായി, അതീവ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് എൻ്റെ വാപ്പി ഇന്നലെ അവളെന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പ എടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു. 3 അടി അടിച്ചോ? ഇനിയിപ്പോൾ ഈ കുട്ടിയെ സന്ദർശിച്ച മന്ത്രിയോട് കുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് കണ്ടത്. കുട്ടിയുടെ പിതാവിനെ ന്യായീകരിച്ച് അതിനിടെ മുത്തച്ഛൻ രംഗത്തെത്തി. രണ്ടാനമ്മ ഉണ്ടല്ലോ, ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയെ നോക്കുവാന്നല്ലോ ഈ കുഞ്ഞിനെ. രണ്ടാനമ്മയും ഉണ്ട്. വീട് വെച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം ഈ വീട് വെപ്പോടെ കൂടിയാണ് അവിടെ വിഷയം. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ്. കാരണം എൻ്റെ ഈ മരുമോൻ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി. കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല. അവൻ്റെ ജീവൻ്റെ ജീവനാണ് ഈ പൊന്നുമോള്. ഈ പൊന്നുമോള് ജീവൻ്റെ ജീവനാണ്. കാരണം മരിച്ചു പോയി അവൻ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്തതാണല്ലോ. അത് 3.25 നാഴിക്ക് മുന്നേ എൻ്റെ ജീവിതം പോയി. ഈ കുഞ്ഞേ ഉള്ളല്ലോ അവനെ. കുട്ടി ഇതിനു മുൻപും നിരവധി തവണ ക്രൂരമർദ്ദനത്തിനിരയായി ഇരുന്നു എന്നതാണ് സ്കൂൾ PTA ഭാരവാഹികൾ 24-നോട് പറഞ്ഞത്. ഹെഡ് മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ അന്ന് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും അവർ വെളിപ്പെടുത്തി. ഒരു ദിവസം കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമല്ലല്ലോ. അപ്പൊ പല പ്രാവശ്യം ചെയ്തപ്പോഴായിരിക്കുമല്ലോ കുഞ്ഞ് ഡയറി എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത് മുൻപും ഇത് സ്കൂൾ തലത്തിൽ മാത്രം ഒതുക്കി തീർക്കാൻ നോക്കി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പുറത്തറിയാൻ PTA ഇടപെടേണ്ടി വന്നു. PTA ആൾക്കാർ മുന്നിട്ട് നിന്നാണ് ഇപ്പോൾ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരം അറിയിച്ച് ഇത് പുറത്തായി. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇന്നിപ്പോൾ സർക്കാർ ഒരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ, അധ്യാപകർ ഇത്തരം വിഷയത്തിലൊക്കെ ഇടപെടേണ്ടവരാണ് എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സുരക്ഷാമിത്രം എന്ന പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ സുരക്ഷിതമായി തന്നെ ഒരിടത്താണിപ്പോൾ ഈ കുഞ്ഞുള്ളത് എന്നതിൽ നമുക്കും ആശ്വസിക്കാം. എങ്കിലും ഇത്രയും കാലം എന്താണ് ഈ കുഞ്ഞ് അനുഭവിച്ചത് എന്ന ചോദ്യമുണ്ട്. ഈ പിതാവെന്ന് പറയുന്നയാൾ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്, പല കേസുകളിലും പ്രതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കാം അനുഭവിച്ചത്? അതിൽ സ്കൂൾ അധികൃതർ കൃത്യമായി ഇടപെട്ടില്ലേ? ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ ഇത്? തീർച്ചയായും അനുജ, ആലപ്പുഴ നൂറിനാട് ആ കുട്ടി നേരിട്ടത് വളരെ ക്രൂരമായ പീഡനമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ സന്ദർശിച്ച ശേഷം തിരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കുട്ടി തൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞ വാക്കുകൾ അത് തൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. അത്രത്തോളം ആഴത്തിൽ ആ കുട്ടിക്ക് മാനസികമായി പോലും വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയൊരു കുട്ടിക്കും സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനാണ് സുരക്ഷാമിത്രം എന്ന പുതിയ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒരാഴ്ച കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് മുമ്പിൽ എത്തുന്ന പരാതി അത് കൃത്യമായി സർക്കാരിന്റെ മുമ്പിലേക്ക് എല്ലാ ഘടകങ്ങളിലേക്കും എത്തണം എന്നുള്ളതാണ്. ഇത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനത്തെ കൂടി ഇദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കുട്ടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി രണ്ടാനമ്മയുടെയും അതേപോലെ തന്നെ അച്ഛൻ്റെയും ഭാഗത്തു നിന്ന് നേരിട്ട പീഡനങ്ങളുടെ കഥ അത് എഴുതി തന്നെ ചൈൽഡ് ലൈൻ അടക്കം നൽകിയിട്ടുണ്ട്. ഇരു കവിളത്തും മാറി മാറി തുടർച്ചയായി അടിച്ചു എന്നടക്കമുള്ള പരാതികൾ, ആ വേദന കുഞ്ഞ് പങ്കുവച്ച സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അനുചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇതിൽ സ്കൂളിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും വലിയ സംശയമുണ്ട്. കാരണം ഈ കുഞ്ഞ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇത്തരത്തിൽ ശാരീരികമായ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ തന്നെ വാദം. അങ്ങനെയാണെങ്കിൽ ഇത് പ്രധാന അധ്യാപികയോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ചൈൽഡ് ലൈൻ എഴുതി നൽകിയ പേപ്പറിൽ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് പിന്നീട് സ്കൂളുകാർ ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരെയോ ബന്ധപ്പെട്ട വകുപ്പുകളെയോ ഇത് അറിയിക്കാഞ്ഞതെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം അന്വേഷിച്ച ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകും. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കുട്ടിയുടെ അച്ഛനെ ന്യായീകരിച്ച് മുത്തച്ഛൻ രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ അച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മുത്തച്ഛൻ ഇപ്പോഴും. അതാണ് ഇന്നിപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. മന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, ഒപ്പം അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം. പല സ്കൂളുകളിലും കുട്ടികൾക്ക്
അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്, ഭയമാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം. അവിടെ ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായി. അത് ഒരാഴ്ച ഒരിക്കൽ എച്ച് എമ്മോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ അത് തുറന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ പേര് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസറെ, കോളിലോട്ടുള്ള ഓഫീസറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്.